ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക അനഘയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നത് അർച്ചന കേൾക്കാനിടയാകുന്നു. നാളെ നീ ഈ സമയത്ത് സന്ദീപിന്റെ ഭാര്യയായിരിക്കും എന്ന് അവന്തിക അനഘയ്ക്ക് വാക്ക് നൽകുന്നു. ഒരു വിധത്തിൽ പരുവപ്പെട്ട് വരുന്നുണ്ട്. ആതിര അച്ഛനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂളി. അത് ഞാൻ സന്ദീപിന്റെ ഫോട്ടോ അവളെ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നല്ലോ, അതുകൊണ്ടാണ് എന്ന് അവന്തിക അനഘയെ അറിയിക്കുന്നു. പിന്നെ എന്തായാലും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ സന്ദീപിനെ പിടിച്ചു വാങ്ങിച്ചു തരുമെന്ന്. ഒരു കണക്കിന് ഇത് അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. സന്ദീപിനെ ഞാൻ പിടിച്ചു നിനക്ക് തരികയാണ്. നാളെ ആതിരയുടെ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ നീ സന്ദീപിന്റെ ഭാര്യയായി തീർന്നിരിക്കും. അത് തീർച്ചയാണ് എന്ന് അവന്തിക അനഘയ്ക്ക് വാക്ക് നൽകുന്നു. അതിനു വേണ്ടിയതെല്ലാം ഈ ചേച്ചി ചെയ്തു തന്നിരിക്കാം. പിന്നെ നാളെ നീ ഇവിടെ നെല്ലിശ്ശേരിയുടെ പടിചവിട്ടിയല്ല കയറി വരുന്നത്, മറിച്ച് അർച്ചനയെന്ന അർച്ചനയുടെയും ആതിരയുടെയും നെഞ്ചത്ത് ചവിട്ടിയായിരിക്കും നാളെ നീ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. നാളെ മുതൽ ഈ നെല്ലിശ്ശേരി തറവാട്ടിൽ മൂത്ത മരുമകളുടെയും ഏറ്റവും ഇളയ മരുമകളുടെയും ഭരണം ആരംഭിക്കുകയാണ് എന്ന് അവന്തിക അനഘയോട് പറയുന്നു. ഇതെല്ലാം അപ്പുറത്തു നിന്ന് അർച്ചന കൃത്യമായി കേൾക്കുന്നു. നാളെ 11 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നിന്റെയും സന്ദീപിന്റെയും വിവാഹം ഈ ചേച്ചി നടത്തിയിരിക്കും. അതിനുള്ളതെല്ലാം ഈ ചേച്ചി ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് അവന്തിക അറിയിച്ചു. നാളെ മുതൽ അർച്ചന ഇത്രയും നാളും എൻ്റെ തലയ്ക്ക് മുകളിൽ വിജയിച്ചു നടക്കുകയായിരുന്നു. എന്നാൽ നാളെ അജയന്റെയും ആതിരയുടെയും വിവാഹ നിശ്ചയം നടക്കുന്നതോടെ അർച്ചനയുടെ ആ വിജയത്തിന് അവസാനമുണ്ടാകും. അതോടൊപ്പം തന്നെ എൻ്റെ അനുജത്തിയായ നിന്റെ വിവാഹത്തിന് എല്ലാ വേണ്ട കാര്യങ്ങളും ഈ ചേച്ചി ചെയ്തതോടെ നാളെ മുതൽ നീ ആയിരിക്കും ഈ കുടുംബത്തിൻ്റെ അടുത്ത തലമുറയിലുള്ള അവകാശി. അതുകൊണ്ട് തന്നെ നാളത്തെ വിവാഹം മംഗളകരമായി നടക്കാൻ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ചേച്ചി ചെയ്തിരിക്കും. നാളെ രാവിലെ തന്നെ നീ ഈ നാട്ടിലെത്തിയിരിക്കണം, അത് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞ് നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക ഫോൺ വെച്ച് അകത്തേക്ക് കയറി പോകുമ്പോൾ അർച്ചനയുടെ മനസ്സിലാകെ അവന്തിക പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അലയടിച്ചു. അവന്തിക അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ അർച്ചന അവന്തികയെ പറഞ്ഞതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ആ രാത്രി തള്ളി നീക്കി. പിറ്റേന്ന് രാവിലെ വിവാഹ നിശ്ചയത്തിന് പോകാനായി അർച്ചനയുടെയും സച്ചിയുടെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. സച്ചി റെഡിയായിട്ട് വരുമ്പോൾ അർച്ചന അവന്തിക പറഞ്ഞ കാര്യത്തിന് എങ്ങനെയാണ് തടയിടുക എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അവന്തിക അതിനെക്കുറിച്ച് ചിന്തിച്ച് തലപുകഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോൾ സച്ചി അരികിലേക്ക് എത്തി പറഞ്ഞു, ഞാൻ റെഡിയായി കഴിഞ്ഞു, താനിതുവരായിട്ടും റെഡിയായില്ലേ എന്ന് സച്ചി അന്വേഷിച്ചു. ഞാൻ റെഡിയായി സച്ചിയേട്ടാ എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി ചോദിച്ചു, താൻ എന്തോടെ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല സച്ചിയേട്ടാ എന്ന് അർച്ചന മറുപടി നൽകുമ്പോൾ സച്ചി പറഞ്ഞു, ശരി, ഞാൻ വിശ്വസിച്ചു. ഈയിടെയായിട്ട് താൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയാണല്ലോ എൻ്റെ ജോലി. എന്തായാലും ഞാനിപ്പോൾ റെഡിയായി വന്നിരിക്കുന്നത് ഒറ്റ കാരണത്താലാണ്. താൻ എന്നോട് പറഞ്ഞില്ലേ ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്ന്. ഒരു കാരണവശാലും ഈ വിവാഹവും നടക്കില്ലെന്ന് താൻ പറഞ്ഞ ആ വാക്കിന്റെ ഉറപ്പിലാണ് ഞാൻ ഒരു ടെൻഷനുമില്ലാതെ വിവാഹ നിശ്ചയത്തിന് റെഡിയായി വന്നിരിക്കുന്നത് എന്ന് അർച്ചനയോട് സച്ചി പറഞ്ഞു. അത് കേട്ടതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഈ വിവാഹ നിശ്ചയം വിവാഹം മുടക്കാനും ഒക്കെ കഴിയും. പക്ഷേ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിന് ആശങ്ക ഉണ്ടാക്കുന്നത് ഒരു കാര്യമാണ് സച്ചിയേട്ടാ. ഞാൻ ഈ വിവാഹ നിശ്ചയവും ഒക്കെ മുടക്കി കഴിയുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ ദുരന്തങ്ങളാണോ അല്ലെങ്കിൽ വലിയ തിരിച്ചടികളാണോ എന്നത് മാത്രമാണ് എൻ്റെ ആശങ്ക. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചിലതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ അത് ഒരു കൊലപാതകത്തിലേക്ക് വന്നെത്തുമോ എന്ന് പോലും ഞാൻ ഭയക്കുന്നുണ്ട് എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞത് കേട്ട് സച്ചി അരികിലേക്ക് വന്ന് ചോദിച്ചു, അർച്ചന, താൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം തന്നെ അവന്തികയെ കുറിച്ചാണോ? എൻ്റെ ഒരു സംശയമാണ് ഞാൻ പറഞ്ഞത് എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചതും അർച്ചന എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ പകച്ചു വന്നു. അപ്പോഴേക്കും അർച്ചനയോട് സച്ചി പറഞ്ഞു, എനിക്കറിയാം, ആതിരയുടെയും സന്ദീപിനെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള ആ വാർത്ത അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഷോക്കിനെ കുറിച്ച് എനിക്കറിയാം. പക്ഷേ അവന്തികേടത്തിക്ക് വല്ലാത്ത വിഷമം തോന്നും. എങ്കിലും ഒരു കൊലപാതകമൊന്നും അവന്തികേടത്തിയെ കൊണ്ട് ചെയ്യാനാവില്ല. അതിനുള്ള മനസ്സൊന്നും അവന്തികേടത്തിക്കില്ല, അതെനിക്കറിയാം. ഇത്രയും നാളും കുഞ്ഞുനാൾ മുതൽ എന്നെയും എൻ്റെ അനുജന്മാരെയും എൻ്റെ അനുജത്തിയെയും ഒക്കെ നോക്കിയതാണ് ഏട്ടത്തി. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ വളർത്തിയതാണ്. ആ ഏട്ടത്തിയോട് നന്ദികേട് കാണിക്കുന്ന പോലെയാകും, ആ ഏട്ടത്തിയുടെ മനസ്സ് തകർത്ത് കളയുന്നത് പോലെയാകും ആതിരയുടെയും സന്ദീപിനെയും വിവാഹം കഴിഞ്ഞുള്ളതെന്ന വാർത്ത അറിയിക്കുന്നത്. എന്നാലും സാരമില്ല, ഏട്ടത്തിയുടെ മനസ്സ്
അച്ഛൻ ചിലപ്പോൾ എന്നോട് ക്ഷമിച്ചേക്കും, നമ്മൾ ഇതിന് കൂട്ടുനിന്നതിന് നമ്മളോട് ക്ഷമിച്ചേക്കും. പക്ഷേ ഏട്ടത്തി നമ്മളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പിണക്കങ്ങളൊക്കെ ഉണ്ടായേക്കും. എങ്കിലും താൻ പറഞ്ഞതുപോലെ ഒരു കൊലപാതകം ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നും ഒരിക്കലും അവന്തികയെടുത്തിക്കില്ലടോ എന്ന് സച്ചി അവന്തികയെക്കുറിച്ച് അച്ഛനോട് പറയുമ്പോൾ അച്ഛന ഓർമ്മിക്കുന്നത് അന്ന് വിജയെ കൊന്നത് താനാണെന്നും തൻ്റെ കൈകൊണ്ട് തന്നെയാണ് വിജയുടെ ജീവൻ എടുത്തത്. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒറ്റയൊരു കാര്യം മാത്രമാണ്. എൻ്റെ വഴിയെ സഞ്ചരിക്കാൻ നീ വരരുത്. എൻ്റെ വഴിയെ നീ വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് അർച്ചന. ഞാൻ നടക്കുന്നതും എൻ്റെ ചിന്തകളും എൻ്റെ രീതികളും ഒക്കെ കൊല്ലും കൊലയും നിറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും നിനക്ക് സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നേരായ വഴിക്ക് തന്നെ നീ ജീവിച്ചാൽ മതി അർച്ചന, അതാണ് നിനക്ക് നല്ലത് എന്ന് അന്ന് അവന്തിക അർച്ചനയെ താക്കീത് ചെയ്തതും എല്ലാം അർച്ചന ഓർമ്മിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇനി അഥവാ ഈ വിവാഹം മുടക്കാൻ ഒരു പോംവഴിയില്ല എങ്കിൽ അവസാനം ആതിരയുടെയും സന്ദീപിന്റെയും ആ വിവാഹം രജിസ്റ്റർ ചെയ്ത ആ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും മുന്നിൽ കാണിക്കും. പിന്നെ തന്നോട് എനിക്ക് പറയാനുള്ളത് ഒറ്റയൊരു കാര്യം മാത്രമാണ്. ഈ വിവാഹം മുടങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായവരൊക്കെ എന്നേക്കുമായി നമുക്ക് നഷ്ടമായെന്ന് വരും. അത് മറ്റാരുമല്ല, തൻ്റെ അച്ഛനും അമ്മയും അനുപേട്ടനും ഒക്കെ നമുക്ക് ശത്രുക്കളായി മാറിയേക്കും. അവരുടെ സ്നേഹം നമുക്ക് നഷ്ടമായേക്കും. എങ്കിലും താൻ അതൊക്കെ സഹിക്കണം. അതൊക്കെ താൻ തരണം ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും താൻ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാകണം. അതിനുള്ള ശക്തി തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. അതെല്ലാം കേട്ടതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ എനിക്കറിയാം സച്ചിയേട്ടൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന്. ഇപ്പോൾ സച്ചിയേട്ടൻ പറഞ്ഞതിൽ അവസാനം പറഞ്ഞ വാക്ക് മാത്രം, അക്കാര്യം മാത്രം എന്നെ സംബന്ധിച്ച് എനിക്ക് ആശ്വാസം നൽകുന്നതാണ്. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും സച്ചിയേട്ടൻ എനിക്കൊപ്പം ഉണ്ടാകുമല്ലോ, അത് മാത്രം മതി എനിക്ക്. പിന്നെ ഇന്ന് ഈ വിവാഹത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിന്, ഈ വിവാഹം മുടക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം സച്ചിയേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഈ വിവാഹം മുടക്കുന്നതിന് ഒരു പോംവഴി കണ്ടില്ല എങ്കിലും അവസാനം ചില അറ്റകൈ പ്രയോഗങ്ങൾ ഞാൻ നടത്തും, അത് തീർച്ചയാണ് എന്ന് അർച്ചന അറിയിച്ചു. അങ്ങനെ അവൾ സംസാരിച്ചു. അങ്ങനെ അവിടുന്ന് നിശ്ചയത്തിന് പോകാനായി ഇറങ്ങുമ്പോൾ അവന്തിക റെഡിയായി എവിടേക്കോ പോകാനായി വരുന്നത് സച്ചി കണ്ടു. സച്ചി ഉടനെ അവന്തികയെ വിളിച്ചു, എടുത്തി ആതിരയുടെ വീട്ടിലേക്കാണോ, വൃന്ദാവനത്തിലേക്കാണോ, വിവാഹ നിശ്ചയത്തിന് വരുന്നുണ്ടോ എന്ന് സച്ചി അന്വേഷിച്ചതും അവന്തിക പറഞ്ഞു, ഇല്ല സച്ചി, എനിക്കിന്ന് എന്തായാലും വരാൻ കഴിയില്ല. കാരണം അറിയാമല്ലോ, ഇപ്പൊ തന്നെ നമ്മുടെ ഈ വീട്ടിൽ വാർത്തയറിഞ്ഞ് പലരും പല ചോദ്യങ്ങളുമായിട്ട് എൻ്റെ മുന്നിൽ വരാറുണ്ട്. അവരോടൊക്കെ മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. ഇനിയിപ്പോൾ ഈ ചടങ്ങിന് അവിടേക്ക് വന്നാലും അതൊക്കെ തന്നെയാണ്. അവരുടെയും ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എന്നും മറുപടി നൽകും. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞാൻ വരുന്നില്ല. പിന്നെ ആതിരയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് ഇറങ്ങുന്നു. എനിക്ക് മറ്റൊരിടത്ത് അത്യാവശ്യമായി പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവന്തിക ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ അർച്ചന അവന്തികയെ നോക്കി. അർച്ചന തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവന്തിക വാതിക്കലേക്ക് എത്തി പിന്തിരിഞ്ഞ് അർച്ചനയെ ഒരിക്കൽ കൂടി നോക്കുന്നു. ഈ സമയത്ത് സച്ചി ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പിന്തിരിഞ്ഞ് അർച്ചന ഒന്ന് നോക്കി. സച്ചി മറ്റെന്തോ കാര്യത്തിൽ മുഴുകി നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ അവന്തിക അർച്ചനയെ നോക്കി ഒന്ന് ആക്കി ചിരിക്കുന്നത് പോലെ ഒരു ചിരി കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അതോടെ അർച്ചനയ്ക്കാകെ ടെൻഷനായി. അർച്ചന അവന്തിക എവിടേക്കാ പോയതെന്നറിയാതെ ആശങ്കപ്പെട്ടങ്ങ് നിൽക്കുമ്പോൾ വേഗം തന്നെ സച്ചിയുടെ അരികിലേക്ക് അർച്ചന വരുന്നതും സച്ചി മറ്റെന്തോ കാര്യത്തിൽ സീരിയസ് ആയി തന്റെ മൊബൈലിൽ എന്തോ നോക്കുന്നത് കണ്ട് അർച്ചന വേഗം തന്നെ അവന്തികയുടെ പിന്നാലെ എത്തി. വാതിക്കലേക്ക് എത്തിയതും അവന്തിക അവിടെ എങ്ങും കാണാതായതോടെ അർച്ചനയ്ക്ക് ആകെ അതിശയമായി. അവന്തിക അടുത്ത് ഇത്ര വേഗം പോയോ എന്ന് അതിശയപ്പെട്ടുകൊണ്ട് അർച്ചന അങ്ങനെ നിൽക്കുമ്പോൾ സച്ചിയും പിന്നാലെ വാതിക്കലേക്ക് എത്തുന്നു. ആഹാ, ഏട്ടത്തി ഇത്ര വേഗം പോയോ എന്ന് സച്ചി വന്ന് സംശയത്തോടെ ചോദിച്ചു. അവിടെ എങ്ങും അവന്തിയെ കാണാതായതോടെ അർച്ചന വേഗം അകത്തേക്ക് കയറി ഉടനെ തന്നെ സന്ധ്യ ഡോക്ടറെ ഫോൺ ചെയ്യുന്നു. സന്ധ്യ കോൾ എടുത്തതും കാര്യങ്ങളൊക്കെ അർച്ചന വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം സച്ചിയും അർച്ചനയും കൂടി നേരെ വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴിക്ക് അർച്ചന ആകെ ടെൻഷനോടിരിക്കുന്നത് കണ്ട് സച്ചി ചോദിച്ചു, എന്താടോ തൻ്റെ ടെൻഷനൊന്നും മാറിയില്ലേ? അപ്പോഴേക്കും അർച്ചന ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അർച്ചന കോൾ അറ്റൻഡ് ചെയ്തതും സന്ധ്യ ഡോക്ടർ, എന്താ സന്ധ്യ ഡോക്ടർ എന്ന് അർച്ചന അന്വേഷിച്ചതും സന്ധ്യ എന്തോ കാര്യം പറഞ്ഞതുപോലെ അർച്ചന, ശരി ഡോക്ടർ, ഞാൻ ദാ ഇപ്പോൾ ഇവിടെ ഇറങ്ങാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ദാ ഇവിടെ ഇപ്പോൾ ഈ മാർക്കറ്റ് വരെയായി എന്ന് അർച്ചന പറഞ്ഞതും സച്ചി ചോദിച്ചു, എന്താടോ, എന്താ കാര്യം? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ എന്നെ ഇവിടെ നിന്ന് ഇറക്കാവോ?
ഉടനെ സച്ചി കാര്യം എന്താണെന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അല്ല സന്ധ്യ ഡോക്ടർ കൂടി നമുക്കൊപ്പം വരുന്നുണ്ട്, അവിടെ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, അതിനെന്താ, അറിയത്തില്ലേ, സന്ധ്യ ഡോക്ടർക്ക് അറിയത്തില്ലേ, വീട് അറിയത്തില്ലേ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അല്ല ഡോക്ടർക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടി വേറെ പോകാനുണ്ടെന്ന് പറഞ്ഞു, എന്നോട് കൂടി ഒന്ന് ചെല്ലാവോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഉടനെ സച്ചി പറഞ്ഞു, എന്നാ ശരി, നമുക്കിവിടെ കാത്തു നിൽക്കാം. എടോ, താനില്ലാതെ ഞാൻ എങ്ങനെയാ തനിച്ച് വൃന്ദാവനത്തിലേക്ക് ചെന്ന് കയറുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് സന്ധ്യ ഡോക്ടർ വന്നുമ്പോൾ നമുക്ക് ഒരുമിച്ചങ്ങ് പോകാം, ഡോക്ടർക്ക് എവിടെയാ പോകേണ്ടത് എന്ന് വെച്ചാൽ അവിടെയും കൂടി നമുക്ക് പോയിട്ട് പോകാം എന്ന് സച്ചി പറഞ്ഞത് കേട്ട് അർച്ചന പറഞ്ഞു, അയ്യോ അത് വേണ്ട സച്ചിയേട്ടാ, കാരണം സച്ചിയേട്ടൻ കൂടി ചെന്നില്ല എങ്കിൽ വീട്ടിലെല്ലാവർക്കും വിഷമാവും, ഇത്രയും നേരമായിട്ടും സച്ചിയേട്ടനെ കൂടി കാണാതാകുമ്പോൾ അവർ വല്ലാതെ ടെൻഷൻ അടിക്കും, അതുകൊണ്ട് സച്ചിയേട്ടൻ നേരത്തെ ചെല്ലേ, ഞാനോ ലേറ്റ് ആയിട്ടല്ലേ വരികയുള്ളൂ, അതുകൊണ്ട് സച്ചിയേട്ടൻ നേരത്തെ ചെല്ലേ എന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു. അത് കേട്ടതും സച്ചി പറഞ്ഞു, എന്നാ ശരി, താൻ വേഗം എത്തണേ, താനില്ലാതെ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, സച്ചിയുടെ ടെൻഷനൊന്നും ആവണ്ട, ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞോളാം, അല്പം താമസിച്ചേ വരികയുള്ളൂ എന്ന്. സച്ചിയേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയെ പറഞ്ഞു വിടുന്നു. സച്ചി പോയി കഴിയുമ്പോഴേക്കും അർച്ചന അവിടെ ഇറങ്ങിയിട്ട് വേഗം തന്നെ മൊബൈൽ എടുത്ത് അതിലെ ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഇത് സന്ധ്യ ഡോക്ടർ പറഞ്ഞ ആളല്ലേ എന്ന് അർച്ചന അന്വേഷിച്ചു. ഞാൻ ദാ ഈ മാർഗ ജംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതും അല്പനേരം കഴിയുമ്പോൾ അർച്ചനയുടെ മുന്നിലേക്ക് ഒരു കാറ് വന്ന് സൈഡ് ചേർന്നു. ഉടനെ അർച്ചനയെന്ന് ചോദിച്ചു, ഇത് സന്ധ്യ ഡോക്ടർ പറഞ്ഞ ആളല്ലേ എന്ന് ചോദിച്ചതും അതെ എന്ന് അയാൾ പറഞ്ഞതോടെ വേഗം തന്നെ അർച്ചന ആ കാറിലേക്ക് കയറുന്നു. അർച്ചന കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യയെ വീണ്ടും വിളിച്ചു. സന്ധ്യ ഡോക്ടറെ, ഞാൻ കാറിൽ കയറിയിട്ടുണ്ട് കേട്ടോ, ഞങ്ങള് അവന്തിക്ക് ഏട്ടത്തിയെ കണ്ടില്ല, ഏട്ടത്തിയുടെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞതും ഉടനെ സന്ധ്യക്ക് ശരിയെന്ന് പറഞ്ഞ് സന്ധ്യ ഫോൺ വെച്ചു. ഇനി അഥവാ ചിലപ്പോൾ അമ്മയോ അല്ല സച്ചിയേട്ടനോ ഡോക്ടറെ വിളിച്ചേക്കും, ഡോക്ടർ തൽക്കാലം ഫോൺ എടുക്കണ്ട എന്ന് അർച്ചന മറുപടി നൽകി. അപ്പോഴേക്കും അവന്തിക യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തനിക്ക് ഫോൺ കോൾ വരുന്നു. അവന്തിക വണ്ടി നിർത്തി കോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അവന്തിക കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അജയനാണ് ഫോണിൽ വിളിച്ചത്. അജയനോട് അവന്തിക സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അർച്ചനയുടെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ എന്ന് പറഞ്ഞതും ഉടനെ അവന്തിക പോയ റൂട്ട് ഏതാണെന്ന്, അവന്തികയുടെ റൂട്ട് ഏത് വഴിയായിരുന്നു എന്നുള്ള കാര്യം സന്ധ്യ ഡോക്ടർ കണ്ടെത്തിയിരുന്നു. സന്ധ്യ ഡോക്ടർ ഉടനെ തന്നെ അർച്ചനയോട് പറഞ്ഞു, ഇന്ന വഴിയാണ് പോയിരിക്കുന്നതെന്ന്. അത് കേട്ടതും അർച്ചന പറഞ്ഞു, ഡോക്ടർ, ഞങ്ങളും ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഉടനെ എത്തിച്ചേരും എന്ന് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവന്തിയുടെ കാർ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. വേഗം അർച്ചന ഡ്രൈവറോട്, ചേട്ടാ വണ്ടി ഇവിടെ ഒതുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ടതും അർച്ചന അവന്തികയുടെ കാർ അവിടെ നിന്ന് പോകുന്നതിനായി കാത്തുനിന്നു. അവന്തിക ഈ സമയത്ത് അജയനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ വാ, ഞാൻ അവിടെ ഉടനെ തന്നെ എത്തും എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു. അവന്തികയുടെ കാറ് പോകുന്നത് കണ്ട് അർച്ചന ഡ്രൈവറോട് പറഞ്ഞു, ചേട്ടാ ആ കാറിനെ ഫോളോ ചെയ്യണേ. അങ്ങനെ അവന്തികയുടെ കാറിന് പിന്നാലെ അർച്ചനയും പോരുന്നു. ഈ സമയത്ത് അജയൻ കാത്തു നിൽക്കാവുന്ന പറഞ്ഞ സ്ഥലത്ത് നേരത്തെ തന്നെ അജയൻ എത്തുന്നു. അജയന്റെ മുന്നിലേക്ക് അവന്തികയും വന്നെത്തി. അജയൻ ഡ്രസ്സൊക്കെ ഇട്ട് വല്ല മിടുക്കനായി വന്ന് നിൽക്കുന്ന കണ്ടതും അവന്തിക കാറിൽ നിന്നിറങ്ങി പറഞ്ഞു, ആഹാ, നിന്നെ കണ്ടാലിപ്പോൾ നല്ല ഒരു മിടുക്കനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും എനിക്ക് നല്ല മിടുക്കുണ്ടായത് കൊണ്ടാണല്ലോ മേഡം കാര്യങ്ങൾ ഇത്ര വരെ എത്തിയത് എന്ന് അജയൻ അവന്തിയോട് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് കാറിൽ യാത്ര ചെയ്ത് അവന്തിയുടെ കാർ ഫോളോ ചെയ്ത് വന്ന അർച്ചന അവിടെ ഒരു ഇടവഴിയിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് അർച്ചന ശ്രദ്ധിച്ചത്. വേഗം ഡ്രൈവറോട് പറഞ്ഞു, ചേട്ടാ വണ്ടി നിർത്ത്, ഒന്ന് റിവേഴ്സ് എടുക്കൂ എന്ന് പറഞ്ഞ് അർച്ചന വേഗം പറഞ്ഞതനുസരിച്ച് അയാൾ വണ്ടിയെ റിവേഴ്സ് എടുക്കുന്നു. അപ്പോഴേക്കും അവന്തികയും അജയനും തമ്മിൽ സംസാരിക്കുന്നത് അർച്ചന അല്പം മാറി നിന്ന് കാണുന്നു. അവന്തിക വേഗം തൻ്റെ കാറിൽ നിന്ന് അജയനുള്ള പാരിതോഷികവുമായി 2 കെട്ട് നോട്ട് എടുത്തുകൊണ്ട് അജയൻ്റെ അരികിലേക്ക് എത്തി. എന്നിട്ട്, ഇത്രയും നാളും നീ എൻ്റെ കൂടെ നിന്നതിന്, ഞാൻ പറഞ്ഞതുപോലെയെല്ലാം നീ ചെയ്തു തന്നതിന് എന്ന് പറഞ്ഞ് ആ സമ്മാനം അജയൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അജയൻ അത് ഭദ്രമായി എടുത്തു വെച്ച് കഴിയുമ്പോഴേക്കും അജയനോട് അവന്തിക പറഞ്ഞു, എന്തായാലും കൊള്ളാം, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, ഇനിയും നമ്മൾ ആലോചിച്ച പോലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് നടക്കേണ്ടത്. പിന്നെ ഉടനെ തന്നെ അനഘ ഇവിടേക്ക് എത്തിക്കഴിയും. ഇന്ന് നിന്റെ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് സന്ദീപിന്റെയും ആതിരയുടെയും വിവാഹം ഞാൻ നടത്തും. ഇത് കേട്ടതോടെ സന്ദീപിന്റെ വിവാഹം എങ്ങനെ നടത്തും? ഞങ്ങൾ എത്ര തല്ലും മടിയും കൊടുത്തിട്ടും അവൻ ആതിരയെ മറക്കാൻ തയ്യാറാകുമെന്നോ അനഘയെ ഇഷ്ടമാകുമെന്നോ അനഘയെ സ്വീകരിക്കുമെന്നോ അവൻ പറയുന്നില്ല എന്ന് അജയൻ പറഞ്ഞു. ഇത് കേട്ടതോടെ അവന്തിക്ക് പറഞ്ഞു, അതൊന്നും സാരമുള്ള കാര്യങ്ങളല്ല, എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ പറയുന്ന സമയത്ത് നിന്റെ കൂട്ടുകാരോട് പറയണം അവനെ അവിടുന്ന് തുറന്നു വിടാൻ. അത് നമ്മൾ അവനെ അറിഞ്ഞുകൊണ്ട് തുറന്നു വിടുന്നതാണെന്ന് അവനൊരിക്കലും തോന്നാനും പാടില്ല.
അവനൊരു സംശയവും അങ്ങനെ ഉണ്ടാകരുത്. അങ്ങനെ അവനെ രക്ഷപ്പെടാനായി അനുവദിച്ച് അവൻ മറ്റുള്ളവരെ അവശരാക്കി അവരുടെ കണ്ണ് വെട്ടിച്ച് അവൻ രക്ഷപ്പെടുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് അവന് തോന്നണം. അങ്ങനെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന സമയത്ത് ഞാൻ അനഘയെ പിക്ക് ചെയ്തുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തി നേരെ മംഗലശ്ശേരിയിലെത്തും. അപ്പോഴേക്കും അജയൻ ചോദിച്ചു, അങ്ങനെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ പറയില്ലേ മേഡം അവനെ ഞാൻ തട്ടിക്കൊണ്ട് പോന്നതാണെന്നും പിന്നെ പ്രശ്നങ്ങളൊക്കെ ആവില്ലേ എന്ന് ചോദിച്ചതും ഉടനെ അജയൻ പറഞ്ഞു, അജയന്റെ ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അവൻ അതെല്ലാം പറയണല്ലോ, അത് തന്നെയാണല്ലോ എൻ്റെ ലക്ഷ്യം. അവൻ അങ്ങനെ പറയുമ്പോൾ അവന്തിക സ്വീകരിക്കാനാവില്ലെന്നും അവനെ ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയായിരുന്നു എന്നെല്ലാം പറയുമ്പോഴാണ് ഞാൻ എൻ്റെ പ്ലാൻ അവിടെ വർക്കൗട്ട് ആക്കുന്നത്. അവിടെ സേതുമാധവന്റെ മുന്നിൽ നിന്ന് എന്നെ അനുജത്തിയുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ വിലപേശും. അവരുടെ ജീവിതം തകർന്നു പോകുമെന്നും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ കാര്യമാണെന്നെല്ലാം പറഞ്ഞ് സേതുമാധവന്റെ മുന്നിൽ ഞാൻ ഒരു ഡയലോഗ് അങ്ങ് നടത്തും. ഞങ്ങൾ അനാഥരാണെന്നും പിന്നെ ഇത്രയും നാളും ആ കുടുംബത്തെ സംരക്ഷിച്ചതിന്റെ എൻ്റെ ആ കടമയെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് കേട്ട് അവസാനം സേതുമാധവൻ എൻ്റെ ആ സെന്റിമെന്റ്സിൽ വീഴും. അങ്ങനെ സേതുമാധവൻ അതിൽ വീഴുന്നതോടെ എൻ്റെ കയ്യിലിരുന്ന് താലിയെടുത്ത് ഞാൻ സന്ദീപിന് നേരെ ഉയർത്തും. അനഘയുടെ കഴുത്തിൽ താലി കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്. അത് കേൾക്കുന്നതോടെ അവസാനം തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് സേതുമാധവനും എത്തിച്ചേരും. അങ്ങനെ സേതുമാധവന്റെ സമ്മതത്തോടെ സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം ആ നെല്ലിശ്ശേരി തറവാട്ടിൽ വെച്ച് തന്നെ നടക്കും. അവിടെ അർച്ചനയില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു തടസ്സവും പിന്നെ അവിടെ ഉണ്ടാവില്ല. പിന്നെ നിന്റെ വിവാഹ നിശ്ചയം നടത്താൻ അത് ഏത് വിധേനയും ആ വിവാഹം നിശ്ചയം മുടക്കുമെന്നുമാണ് അർച്ചന വെല്ലുവിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതും അജയൻ പറഞ്ഞു, അവളല്ല, അവളെ ജനിപ്പിച്ച അവളുടെ അച്ഛനുണ്ടല്ലോ ദയാനന്ദൻ മാഷ്, എൻ്റെ ഭാവി അമ്മായി അച്ഛൻ, അയാൾ വിചാരിച്ചാൽ പോലും നടക്കില്ല എന്ന് അജയൻ പറയുമ്പോൾ അവന്തിക പറഞ്ഞു, അതൊക്കെ നിന്റെ വിശ്വാസം, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഏത് വിധേനയും ഈ വിവാഹ നിശ്ചയം നടക്കണം. ഒരു കാരണവശാലും വിവാഹം മുടങ്ങാൻ പാടില്ല, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞതും അജയൻ പറഞ്ഞു, എന്നാൽ ശരി, ഞാനിനി നിശ്ചയത്തിനുള്ള സമയം പോവില്ലേ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. പിന്നെ എന്തായാലും ആദ്യം ഞാൻ ചെന്ന് അവനെ ഒന്ന് കാണട്ടെ. ഇത്രയും ദിവസം അവൻ എൻ്റെ തടവിലായിരുന്നുവെങ്കിലും അവനെ വിശദമായി ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ അവനെ രക്ഷപ്പെടുത്തി വിടുകയല്ലേ, അതിനു മുൻപ് അവന് 1-2 സമ്മാനം എനിക്ക് കൊടുക്കാനുണ്ട്, അതുകൂടി ഞാൻ കൊടുക്കട്ടെ എന്ന് അജയൻ പറഞ്ഞു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, എന്തായാലും ഇന്നത്തെ ഈ വിവാഹ നിശ്ചയവും സന്ദീപിന്റെയും അനഘയുടെയും വിവാഹവും നടക്കുന്നതോടെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും വിജയിച്ച് മാത്രം മുന്നോട്ട് നീങ്ങിയിരുന്ന ഈ അവന്തികയ്ക്ക് തോൽവികൾ സമ്മാനിച്ച അർച്ചനയോടുള്ള പകവീട്ടലും പ്രതികാരവുമാണ് ഇന്നിവിടെ സംഭവിക്കാൻ പോകുന്നതെല്ലാം. ഈ വിവാഹ നിശ്ചയം നടക്കുന്നതോടെയും ആതിര അനഘയുടെയും സന്ദീപിന്റെയും വിവാഹം നടക്കുന്നതോടെയും വീണ്ടും അവന്തിക എന്നുള്ള ഈ വിജയത്തിന്റെ അല്ലെങ്കിൽ അവന്തികയുടെ ജീവിതത്തിലെ വിജയത്തിന്റെ പുതിയൊരു തുടക്കവും ആ അർച്ചന എന്ന് പറയുന്നവളുടെ അവസാനവും ആണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് അവന്തിക അജയനോട് അറിയിച്ചു. ഈ സമയത്ത് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അർച്ചന ഇത്രയും നേരമായിട്ടും അവരുടെ സംസാരമൊന്നും വിശദമായി കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ, അവരെന്താ പറഞ്ഞതെന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് അജയന്റെ സംസാരത്തിൽ നിന്ന് അജയന്റെയും അവന്തികയുടെയും സംസാരമൊന്നും കേൾക്കാൻ കഴിയാത്തതിന് നിരാശയിൽ അർച്ചന അങ്ങ് നിൽക്കുമ്പോൾ പെട്ടെന്ന് അജയന്റെ ആ ഒരു ഭാവമാറ്റം കണ്ടതോടെ ഞാൻ എന്തായാലും അവനെ ഒന്നുകൂടി ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് അജയൻ സന്ദീപിനെ കാണാനായി പോകാൻ ഒരുങ്ങുന്നത് അർച്ചനയ്ക്ക് മനസ്സിലാകുന്നു. സന്ദീപിന്റെ അരികിലേക്കാണ് ഇനിയുള്ള അജയന്റെ നീക്കമെന്നും അജയൻ നേരിട്ട് അവിടേക്കാണ് പോകാൻ ഒരുങ്ങുന്നത് എന്നും മനസ്സിലാക്കിയതോടെ അർച്ചന അജയനെ പിന്തുടരാനായി തീരുമാനിക്കുന്നു.